എന്തായാലും അരവിന്ദ് കെജ്രിവാളിനെ ഇപ്പോൾ ഇതുവരെ കോടതിയിലേക്ക് എത്തിച്ചിട്ടില്ല. ഇ ഡി ആസ്ഥാനത്ത് നിന്ന് കൊണ്ടുവന്നെന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ അഭിഭാഷകനായ അഭിഷേക് മനു സിംഘ്വി അല്പസമയം മുമ്പാണ് റോസ് അവന്യൂ കോടതിയിലേക്ക് എത്തിയത്. എല്ലാവരും അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തായാലും 2:30 തന്നെ അരവിന്ദ് കെജ്രിവാൾ ഇങ്ങോട്ട് എത്തുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഇവിടെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഡൽഹി പോലീസ് ഇതിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഡൽഹി റോസ് അവന്യൂ കോടതിയുടെ മുമ്പിലുള്ള റോഡാണ്. ഇവിടെ 2 ലെയർ ബാരിക്കേഡുകളാണ് ഇപ്പോൾ ഡൽഹി പോലീസ് സ്ഥാപിച്ചിരിക്കുന്നത്. ആദ്യം ഒരു ബാരിക്കേഡ് നിർത്തിയിട്ടുണ്ട്, അതിന് പിന്നിൽ അടുത്ത് വീണ്ടും ഒരു ബാരിക്കേഡ് സ്ഥാപിച്ചിരിക്കുകയാണ്. എന്തായാലും അരവിന്ദ് കെജ്രിവാൾ എത്തുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സുരക്ഷ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പ്രധാനമായും ഏത് ഗേറ്റ് വഴിയായിരിക്കും അരവിന്ദ് കെജ്രിവാളിനെ കൊണ്ടുപോവുക എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. റോസ് അവന്യൂ കോടതിക്ക് നിരവധി ഗേറ്റുകളുണ്ട്. ഏകദേശം 6-7 പരം ഗേറ്റുകൾ റോസ് അവന്യൂ കോടതിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഇ ഡി ആസ്ഥാനത്തും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ പ്രധാനമായും ഇ ഡി നടത്തിയിരുന്നു. ആദ്യം നിരവധി വാഹനങ്ങൾ മറ്റൊരു ഗേറ്റിൽ കൊണ്ടുവരികയും പിന്നീട് അരവിന്ദ് കെജ്രിവാളിനെ മറ്റൊരു കവാടത്തിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്ന നിലപാടൊക്കെ ഇ ഡി സ്വീകരിച്ചിരുന്നു. സമാനമായ രീതി ഇവിടെയും ഉണ്ടാകുമെന്നുള്ള സൂചനകളുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ റോസ് അവന്യൂ കോടതിക്ക് പുറത്തും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ പ്രവർത്തകർ ഉൾപ്പെടെ ഇങ്ങോട്ട് എത്തുവാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഇന്ന് രാവിലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് ഉണ്ടായിരുന്നു. ആം ആദ്മി പാർട്ടി ആസ്ഥാനം എന്ന് പറയുന്നത് ഇവിടുന്ന് കേവലം മീറ്ററുകൾ മാത്രമാണ് അകലെ. അതുകൊണ്ട് തന്നെ പ്രവർത്തകർ ഉൾപ്പെടെ ഇങ്ങോട്ട് എത്തുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. പോലീസുകൾ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരുടെ വിന്യാസം ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്തായാലും അല്പസമയത്തിനകം അരവിന്ദ് കെജ്രിവാൾ കോടതിയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അഭിഷേക് മനു സിംഘ്വി ഇതിനോടകം തന്നെ കോടതിയിൽ എത്തിയിട്ടുണ്ട്. എന്തായിരിക്കും അരവിന്ദ് കെജ്രിവാളിന് ഇ ഡി കോടതിയിൽ നിന്നുണ്ടാവുക? ഇ ഡി കസ്റ്റഡി അനുവദിക്കുമോ അല്ലെങ്കിൽ ഇ ഡി നടപടിയെ കോടതി വിമർശിക്കുമോ എന്നതാണ് പ്രധാനമായും എല്ലാവരും കാത്തിരിക്കുന്നത്. 10 ദിവസത്തെ കസ്റ്റഡിയെങ്കിലും അരവിന്ദ് കെജ്രിവാളിന് ഇ ഡിയുമായി ബന്ധപ്പെട്ട് നൽകിയേക്കുമെന്നാണ് വിദഗ്ധരടക്കം വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്നാണ് വിലയിരുത്തുന്നത്. അജി, കെജ്രിവാളിനെ ഇ ഡി ഡൽഹി റോസ് അവന്യൂ കോടതിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ കോടതിയിൽ നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 10 ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ തന്നെയാണ് ഇ ഡി അപേക്ഷ നൽകുന്നത്. കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വിടുമോ അതോ മറ്റ് നടപടികളിലേക്ക് തീരുമാനങ്ങളിലേക്ക് ഡൽഹി റോസ് അവന്യൂ കോടതി കടക്കുമോ എന്നതാണ് അറിയേണ്ടത്. എന്തായാലും കെജ്രിവാൾ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി പിൻവലിച്ചിട്ടുണ്ട്. കീഴ്ക്കോടതിയെ സമീപിക്കാൻ തന്നെയാണ് AAP തീരുമാനിച്ചിരിക്കുന്നത്. കെജ്രിവാളിനായി അഭിഭാഷകൻ മനു അഭിഷേക് സിംഘ്വിയാണ് കോടതിയിൽ ഹാജരാകുന്നത്. PR അരവിന്ദ് കൂടുതൽ വിവരങ്ങൾ നൽകും. അരവിന്ദ്, കോടതിക്കകത്തേക്ക് കെജ്രിവാളുമായി വാഹനം പ്രവേശിച്ചു കഴിഞ്ഞോ? ഇനിയുള്ള നടപടിക്രമങ്ങൾ, അതായത് ഒരു തീരുമാനം വളരെ വേഗത്തിൽ തന്നെ നമുക്ക് കോടതിയിൽ നിന്ന് അറിയാൻ സാധിക്കുമോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റോസ് അവന്യൂ കോടതിയിൽ നിരവധി ഗേറ്റുകളാണ് ഉള്ളത്. ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിനെ 1-ാം നമ്പർ ഗേറ്റിലൂടെയോ അല്ലെങ്കിൽ 2-ാം നമ്പർ ഗേറ്റിലൂടെയാണ് ഇപ്പോൾ റോസ് അവന്യൂ കോടതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇ ഡി പ്രധാനമായും 15 ദിവസത്തെ കസ്റ്റഡി ആയിരിക്കും അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ചോദിക്കുക. അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകനായ അഭിഷേക് മനു സിംഘ്വി ഇപ്പോൾ റോസ് അവന്യൂ കോടതിയിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ തന്നെ ഇന്ന് ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രധാനമായും ഇ ഡി ചൂണ്ടിക്കാണിക്കുന്നത് മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിന് നിർണായകമായ പങ്ക് ഇതിലുണ്ട്. ഇതുകൂടാതെ തന്നെ ഈ ഗൂഢാലോചനയിൽ ഉൾപ്പെടെ അരവിന്ദ് കെജ്രിവാൾ വലിയ രീതിയിലുള്ള പങ്ക് വഹിച്ചു എന്നുള്ള ആരോപണവും ഇ ഡി ഉയർത്തുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ 9 സമൻസുകൾ അരവിന്ദ് കെജ്രിവാൾ പേടിച്ചാണ് ഇത്തരത്തിൽ ഹാജരാകാതിരുന്നതെന്ന ഗുരുതര ആരോപണവും ഇ ഡി ഉയർത്തുകയാണ്. എന്തായാലും കോടതി എന്ത് തീരുമാനമെടുക്കുമെന്നതിലാണ് നിർണായകമായ ചോദ്യം ഉയർന്നു കേൾക്കുന്നത്. എന്തായാലും അരവിന്ദ് കെജ്രിവാളിനെ ഇപ്പോൾ ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉടൻ തന്നെ ജഡ്ജിക്ക് മുന്നിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും എത്ര ദിവസത്തെ കസ്റ്റഡി അല്ലെങ്കിൽ ഇ ഡി നടപടിയെ കോടതി വിമർശിക്കുമോ എന്നതെല്ലാം വരും മണിക്കൂറുകളിൽ നമുക്ക് വ്യക്തമാകും. കെജ്രിവാളിനെതിരായ ആരോപണങ്ങൾ അത് തെളിയിക്കാൻ തക്ക തെളിവുകളൊക്കെ തങ്ങളുടെ പക്കലുണ്ട് എന്നാണ് ഇ ഡിയുടെ അവകാശവാദം. പ്രധാനമായും ഇപ്പോൾ കെജ്രിവാളിനെ കോടതിക്ക് മുൻപാകെ ഹാജരാക്കുമ്പോൾ ഇ ഡി ഉന്നയിക്കാൻ പോകുന്ന കാര്യങ്ങൾ, നിരത്താൻ പോകുന്ന വാദങ്ങൾ എന്തൊക്കെയായിരിക്കും അരവിന്ദ്? കഴിഞ്ഞ ദിവസമായിരുന്നു ഹൈക്കോടതിയിൽ അറസ്റ്റിൽ നിന്ന് സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേജ്രിവാൾ എത്തുന്നത്. പക്ഷേ അന്ന് കോടതിയിൽ ഇ ഡി വ്യക്തമാക്കിയത് തങ്ങളുടെ പക്കൽ കേജ്രിവാളിനെതിരായുള്ള തെളിവുകളുണ്ട്, ആ തെളിവുകൾ ഇന്ന് ഹാജരാക്കാമെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇത്തരത്തിൽ മദ്യ വ്യവസായിയുമായി അരവിന്ദ് കെജ്രിവാൾ ഫേസ് ടൈമിൽ സംസാരിച്ചു എന്നടക്കം ആരോപണമാണ് പ്രധാനമായും ഇ ഡി ഉയർത്തുന്നത്. മദ്യനയ രൂപീകരണത്തിൽ അരവിന്ദ് കെജ്രിവാളിന് 100 കോടി രൂപയോളം കോഴ ലഭിച്ചു. അത് ആം ആദ്മി പാർട്ടി വിവിധ തെരഞ്ഞെടുപ്പുകളിൽ ഗോവയായാലും ഹരിയാന തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിച്ചു എന്നാണ് പ്രധാനമായും ഇ ഡി ആരോപണം ഉയർത്തുന്നത്. എന്തായാലും ഇതുമായി
ബന്ധപ്പെട്ട തെളിവുകൾ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. നമുക്കറിയാം, നേരത്തെ BRS MLC കവിതയെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അന്ന് 15 ദിവസത്തെ കസ്റ്റഡിയാണ് ED ആവശ്യപ്പെട്ടത്. പക്ഷേ 10 ദിവസത്തെ കസ്റ്റഡി മാത്രമാണ് കോടതി അനുവദിച്ചത്. എന്തായാലും അരവിന്ദ് കെജ്രിവാളിന്റെ കൂടി ED കസ്റ്റഡി അനുവദിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിനെയും കവിതയെയും ഒരുമിച്ചിരുത്തിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യലിലാണ് ED മുന്നോട്ട് പോവുക. ഈ മദ്യനയ രൂപീകരണത്തിൽ സൗത്ത് ലോബി, അതായത് കവിത അടങ്ങുന്ന സൗത്ത് ലോബിക്ക് വലിയ രീതിയിലുള്ള പങ്കുണ്ട്. ഈ സൗത്ത് ലോബിയാണ് ഈ മദ്യനയ അഴിമതി രൂപീകരണത്തിൽ പ്രവർത്തിച്ചെന്നുള്ള ആരോപണമാണ് ED ഉയർത്തുന്നത്. ഈ 100 കോടി കോഴ നൽകിയതിൽ കവിത അടക്കമുള്ളവർക്ക് പങ്കുണ്ട്. കവിതയുടെ ബിനാമിയായിട്ടൊക്കെയാണ് ഇത്തരത്തിൽ അർബിന്ദോ കമ്പനി അടക്കമുള്ളവർ പ്രവർത്തിച്ചെന്നുള്ള ആരോപണവും പ്രധാനമായും ഉയർത്തുന്നു. ഇതുകൂടാതെ തന്നെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണമാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഉയർത്തുന്നത്. ഈ ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് ED ഒരാളെ മാപ്പുസാക്ഷിയാക്കിയിരുന്നു. അർബിന്ദോ കമ്പനിയുടെ ഉടമയാണ് ED മാപ്പുസാക്ഷിയാക്കിയത്. പക്ഷേ ഈ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ച കമ്പനികൾ ഏകദേശം 35 കോടിയോളം രൂപയാണ് ഈ കമ്പനി ഇലക്ട്രൽ ബോണ്ട് BJPക്ക് നൽകിയത്. അതിൽ 5 കോടിയും ഇത്തരത്തിൽ ഈ ഉടമ അറസ്റ്റിലായത് പിന്നാലെയാണ് വാങ്ങിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ BJPയുടെ കള്ളക്കളി ഇതിന് പിന്നിലുണ്ടെന്ന ഗുരുതര ആരോപണവും ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഉയർത്തുകയാണ്. എന്തായാലും വാദപ്രതിവാദങ്ങൾ ഇന്ന് കോടതിയിൽ നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രധാനമായും അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്ത് നിന്ന് വാദം ഉയർത്തുക. ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ നിലവിൽ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഏപ്രിൽ 22 ഈ ഹർജികൾ പരിഗണിക്കുന്നത് കോടതി മാറ്റിവെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ട, അല്ലെങ്കിൽ കോടതിയുടെ പരിഗണനയുള്ള വിഷയത്തിൽ എന്തുകൊണ്ട് ഇത്ര തിടുക്കം ഉണ്ടായെന്ന് തന്നെയായിരിക്കും അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകരായ അഭിഷേക് മനു സിംഗ്വി ഇന്ന് കോടതിയിൽ ഉന്നയിക്കുക. എന്തായാലും നിർണായകമായ വാദപ്രതിവാദങ്ങൾ, അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ എന്തൊക്കെ തെളിവുകൾ ED ഹാജരാക്കുമെന്നതിലും എല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. നയ രൂപീകരണത്തിൽ ഇത്തരത്തിൽ മദ്യ വ്യവസായികളുമായി അരവിന്ദ് കെജ്രിവാൾ ഫേസ് ടൈമിൽ അടക്കം സംസാരിച്ചു എന്ന ആരോപണം ED ഉയർത്തുന്നു. നേരത്തെ തന്നെ ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെയും അതുപോലെ തന്നെ രാജ്യസഭാ എംപിയായ സഞ്ജയ് സിംഗിനെയും ED ഈ കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു. എന്തായാലും ഇതിന് പിന്നാലെ മൂന്നാമത്തെ നേതാവും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവുമായ അരവിന്ദ് കെജ്രിവാളും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വിടുകയാണെങ്കിൽ അത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള തിരിച്ചടിയാകും. പ്രധാനമായും മനീഷ് സിസോദിയ അറസ്റ്റിലായിട്ട് ഇപ്പോൾ മാസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. അദ്ദേഹത്തിന് ഇതുവരെ പുറത്തിറങ്ങാൻ സാധിച്ചില്ല. സമാനമായ രീതിയിലേക്ക് അരവിന്ദ് കെജ്രിവാളും പോകുന്ന ഒരു ആശയക്കുഴപ്പത്തിൽ തന്നെയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി തുടരുന്നത്. ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാൾ ജയിലിരുന്ന് ഭരിക്കുമെന്ന് പറയുമ്പോഴും അത് അത്ര പ്രായോഗികമായി മാറുന്ന കാര്യമല്ല. നേരത്തെ തന്നെ മുൻ ഉപമുഖ്യമന്ത്രിയായ മനീഷ് സിസോദിയ ആദ്യം രാജിവെച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ ചുമതലകൾ മറ്റ് മന്ത്രിമാർക്ക് നൽകിയിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിലും സമാനമായ രീതി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും എല്ലാ പ്രതിരോധങ്ങളും അല്ലെങ്കിൽ എല്ലാ വാദങ്ങളും നിർത്തി ഈ അറസ്റ്റ് അല്ലെങ്കിൽ ഈ അറസ്റ്റിനെതിരായ ഹർജികൾ എങ്ങനെയും കോടതിയെ കൊണ്ട് വ്യക്തമാക്കുക, അല്ലെങ്കിൽ അറസ്റ്റ് തടയുക, അരവിന്ദ് കെജ്രിവാളിനെ വെറുതെ വിടുക എന്ന നിലപാടിലേക്കാണ് ആം ആദ്മി പാർട്ടി ഇന്ന് വാദം ഉന്നയിക്കുക. എന്തായാലും ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ ഒരു വാദപ്രതിവാദം തന്നെ ഇന്ന് കോടതിയിൽ നടക്കും. പ്രധാനമായും ആം ആദ്മി പാർട്ടി പ്രവർത്തകർ വ്യക്തമാക്കുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് BJPക്ക് കനത്ത തിരിച്ചടിയാകും. ജനങ്ങൾക്കറിയാം അരവിന്ദ് കെജ്രിവാൾ ആരാണെന്ന്. അരവിന്ദ് കെജ്രിവാളിനൊപ്പം ജനങ്ങൾ നിൽക്കുമെന്നാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഉന്നയിക്കുന്ന പ്രധാന വാദം. എന്തായാലും അല്പസമയത്തിനകം അരവിന്ദ് കെജ്രിവാളിനെ ED കസ്റ്റഡിയിൽ വിടുമോ, അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ EDക്കെതിരെ കോടതി വിമർശനം ഉയർത്തുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരും. ദിവ്യ.